തലസ്ഥാന നഗരത്തിന്റെ പ്രത്യേകിച്ച് ഈ തമ്പാനൂരിലേക്ക് വരുന്ന ഭാഗത്തിന്റെ പഴമയുടെ അടയാളങ്ങളിൽ ഒന്നാണ് എം.എൻ. സ്മാരകം. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ മന്ത്രിസഭ, അതായത് ലോകത്ത് തന്നെ ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ രൂപീകരണത്തിന്റെ സുപ്രധാന ചർച്ചകൾ നടന്ന പാർട്ടി ആസ്ഥാനം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ഒരു ഓഫീസ് എന്ന നിലയിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് EMS ആയാലും എം.എൻ. ഗോവിന്ദനായാലും സി അച്യുതമേനോനും തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട AKG ഒക്കെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആദ്യകാലങ്ങളിൽ വന്നിരുന്ന ഓഫീസ്, നിർണായകമായ തീരുമാനം, കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിശ്ചയിച്ച നിരവധി തീരുമാനങ്ങൾ എടുത്ത ഒരു ഓഫീസാണ് ഈ CPI ആസ്ഥാനം. പിന്നീടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം.എൻ. ഗോവിന്ദൻ നായർ എന്ന തലപ്പൊക്കമുള്ള നേതാവിന്റെ പേരിൽ പിന്നീട് അറിയപ്പെട്ട ഓഫീസ് 85 നവംബർ 27 എം.എൻ.ന്റെ സ്മരണയ്ക്ക് C. രാജേഷ് റാവു എന്ന CPIയുടെ ദേശീയ നേതാവ് ഉദ്ഘാടനം ചെയ്ത ഈ മന്ദിരം, ഇത് തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആസ്ഥാനങ്ങളിൽ ഒന്നാണ്. ആദ്യം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും CPIയുടെയും ആസ്ഥാന മന്ദിരമായി അറിയപ്പെടുന്ന മന്ദിരമായ ഓഫീസ് ഇത് കഴിഞ്ഞ 27-ാം തീയതി, കഴിഞ്ഞ ഡിസംബർ 27-നാണ് നവീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. 26-ന് ഉദ്ഘാടനം തീരുമാനിച്ചതെങ്കിലും MD വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ 27-ലേക്ക് മാറ്റുകയായിരുന്നു. ആ ഓഫീസ് വളരെ പ്രൗഢിയോടെ പഴമയുടെ എല്ലാ മനോഹാരിത നിലനിർത്തിക്കൊണ്ട്, പഴയ ആസ്ഥാന മന്ദിരത്തിന്റെ അതേ പ്രൗഢി നിലനിർത്തിക്കൊണ്ട്, മുൻവശം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത്, ആധുനിക സൗകര്യങ്ങളോട് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഈ എം.എൻ. സ്മാരകത്തിൽ വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുമായിരുന്നു ഈ ഭാഗത്ത് ഇവിടെ എം.എൻ. ഗോവിന്ദൻ നായരുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം മാത്രം വരുന്ന, കണ്ണാടി വെച്ച എം.എൻ. ഗോവിന്ദൻ നായർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുള്ള പ്രതിമ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ആസ്ഥാന മന്ദിരം നവീകരിക്കുമ്പോൾ പുതിയ പ്രതിമയും വേണമെന്ന് നേതാക്കൾക്ക് ആഗ്രഹം തോന്നി, താല്പര്യം തോന്നി. അങ്ങനെ ഒരു പുതിയ അർദ്ധകായ പ്രതിമ ഇവിടെ CPI മന്ദിരത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 27-ാം തീയതി ഡിസംബർ 27-ന് അനാച്ഛാദനം ചെയ്തു. ഇവിടെ പ്രത്യേക പീഠമൊക്കെ കെട്ടിയാണ്, അല്ലെങ്കിൽ ഈ പ്രതിമ വയ്ക്കാൻ പ്രത്യേക പ്ലാറ്റ്ഫോമൊക്കെ നിർമ്മിച്ചാണ് CPI നേതാക്കൾ ഇവിടെ എം.എൻ. ഗോവിന്ദന്റെ പുതിയ പ്രതിമ സ്ഥാപിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതിമ ആയിരുന്നില്ല അത്. വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കെട്ടി എം.എൻ. ഗോവിന്ദന്റെ ജീവിതരേഖയൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള അദ്ദേഹം സംഭാവന, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായ കാര്യങ്ങൾ, അദ്ദേഹം രാജ്യസഭാംഗവും സംസ്ഥാന കൃഷി വൈദ്യുത മന്ത്രി 67-69 കാലത്ത് ആ മന്ത്രിസഭയിൽ, പിന്നീട് 71-77 വരെ ഭവന നിർമ്മാണ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു, ലോക്സഭാംഗം. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ നേട്ടങ്ങളും ആരാണ് എം.എൻ. എന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ കുറിപ്പുമൊക്കെ ഇതിന്റെ മറുവശത്തുണ്ട്. അങ്ങനെ എം.എൻ. ഗോവിന്ദനായുടെ മനോഹരമായ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചു. പക്ഷേ ആ പ്രതിമ മനോഹരമെന്ന് പറയുമ്പോഴും അതിന് എം.എൻ. ഗോവിന്ദൻ നായരുടെ സാമ്യമില്ല എന്ന വിമർശനം, മുറുമുറുപ്പ് ഈ പ്രതിമ അനാച്ഛാദന ദിവസം മുതൽ ഉണ്ടായിരുന്നു. നേതാക്കൾ ആദ്യം അത് അംഗീകരിച്ചില്ല. എം.എൻ.നെ പോലെ തന്നെ എന്ന് നേതാക്കൾ പറഞ്ഞു. സി അച്യുതമേനോൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റു തലപ്പൊക്കമുള്ള നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമ സ്ഥാപിക്കുമ്പോഴും പ്രതിമ നിർമ്മാണ ഘട്ടത്തിലും അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അച്യുതമേനോനോട് സാദൃശ്യമില്ലാത്ത ഒരു രൂപമാണ് അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിമയായി, അത് മ്യൂസിയം ജംഗ്ഷനാണ് സ്ഥാപിക്കാൻ പോകുന്ന വിമർശനം ഉയർന്നു വന്നു. പിന്നീട് ആ പ്രതിമ സ്ഥാപിക്കുമ്പോൾ അച്യുതമേനോനോട് സാദൃശ്യമുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തെ അടുത്ത് കണ്ട് പരിചയപ്പെട്ട അടുത്ത നേതാക്കൾക്കും ഒക്കെ മനസ്സിലാകുന്നത് അദ്ദേഹത്തോട് സാദൃശ്യമുള്ള രൂപം തന്നെ വന്നു. എം.എൻ. ഗോവിന്ദൻ നായരുടെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. ആദ്യം നേതാക്കൾ അത് അംഗീകരിച്ചില്ല. പക്ഷേ പിന്നീട് വളരെ വൈകിയാണെങ്കിലും CPI നേതാക്കൾ തിരിച്ചറിഞ്ഞു ഇവിടെ സ്ഥാപിച്ചിരുന്ന നേരത്തെയുള്ള പ്രതിമ എം.എൻ. ഗോവിന്ദൻ നായർ ഒരു സാമ്യമില്ലാത്ത പ്രതിമയാണ്. അതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് എം.എൻ. നായരുടെ പഴയ പ്രതിമ, നേരത്തെ കണ്ട ഓഫീസിന്റെ വലതുവശം സ്ഥാപിച്ചിരുന്ന പഴയ പ്രതിമ, ഈ പ്രതിമ ഇവിടേക്ക് ഇന്നലെ ഇവിടെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. അതായത് എം.എൻ. ഗോവിന്ദൻ നായരുമായി രൂപസാദൃശ്യമുള്ള, അദ്ദേഹത്തിന്റെ കൃത്യമായ സാദൃശ്യമുള്ള പ്രതിമ തന്നെ ഇവിടെ വീണ്ടും സ്ഥാപിച്ചു. പുതിയത് മാറ്റി പഴയ പ്രതിമ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ വലിയൊരു വിവാദത്തിന് CPI അവസാനം കുറിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അണികൾക്ക്, അദ്ദേഹത്തിന്റെ ആരാധകർക്ക്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കൊക്കെ വലിയ ആശങ്കയും അമർഷവും ഉണ്ടായിരുന്നു. എം.എൻ. ഗോവിന്ദൻ നായരെ പോലെ കേരളം അറിയുന്ന, കേരള ജനതയുടെ മനസ്സിലിടം നേടിയ ഒരു മുഖം, ആ ഒരു നേതാവിനെ ഇത്തരത്തിൽ അദ്ദേഹവുമായി സാദൃശ്യമില്ലാത്ത പ്രതിമ സ്ഥാപിച്ചു എന്തിനെന്ന ചോദ്യം വലിയ വിമർശനമായി മാറുന്നതിനിടെയാണ് CPI ആ ഒരു തെറ്റിന് പരിഹാരം ചെയ്തിരിക്കുന്നത്. ഇന്നലെ എം.എൻ. ഗോവിന്ദൻ നായരുടെ പഴയ പ്രതിമ തന്നെ ഇവിടെ സ്ഥാപിച്ചു. അങ്ങനെ എം.എൻ.ന്റെ പേരിലുള്ള എം.എൻ. സ്മാരകത്തിലേക്ക് എം.എൻ. ഗോവിന്ദൻ നായരുടെ യഥാർത്ഥ മുഖം തിരിച്ചെത്തിയിരിക്കുന്നു.